Good morning, students. Yesterday or in our last class, we have discussed the activities section in the story paper boards. First we read the story, then we read the poem. After that, we were discussing the activities in it. We have discussed activity 1, 2, 3. Now we have to move to our next activity, that is activity 4, page number 48. Here we have to make a diary. We have to make a diary. What was the question? The boy's diary ആണ്. അറിയാലോ, ആ പേപ്പർ ബോട്ടുകൾ വെള്ളത്തിൽ മുക്കിയ ആ കുട്ടി ഉണ്ടല്ലോ, ഇവളുടെ ബോട്ടുകൾ മുക്കിയ കുട്ടി, അവൻ്റെ ഡയറിയാണ്. അരുന്ധതി മേഡ് ബോട്ട്സ് ഫോർ ദി ബോയ്. അവനക്ക് ആര് ബോട്ടുണ്ടാക്കി കൊടുക്കുകയാണ്? അരുന്ധതി അന്നയുടെ ആണ്ട് ബോട്ടുണ്ടാക്കിയിട്ട് അവനും കൊടുക്കുന്നുണ്ട് അല്ലേ. ഹി ഫെൽറ്റ് വെരി ഹാപ്പി. അപ്പോൾ അവന് വളരെ സന്തോഷമായി. ഹി റോട്ട് ഹിസ് ഡയറി. അപ്പോൾ അവൻ്റെ അന്നത്തെ ഡയറി എഴുതുകയാണ്. വാട്ട് വുഡ് ദി ബോയ് റൈറ്റ് ഇൻ ഹിസ് ഡയറി ദാറ്റ് ഡേ? അന്ന് എന്തായിരിക്കും അവൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? ഇതാണ് ചോദ്യം. അപ്പോൾ ഹൗ do you write diaries every day? Anyway, let's make a sample diary of this boy. Okay, first whenever we are writing a diary, we have to start or we have to use I, ഞാൻ എന്ന വാക്ക്. ഞാൻ, ഐ, മൈ, എൻ്റെ, ഞങ്ങളുടെ, ഇതൊക്കെയാണ് ഡയറിയിലും മെയിനായിട്ടും നിങ്ങളാണ് എഴുതുന്നത്. അപ്പോൾ അത് വരും. അപ്പോൾ ഇവിടെ ഒരു മോഡൽ, ഒരു ഡയറി നമുക്ക് എഴുതി നോക്കാം. നമുക്ക് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. യു ക്യാൻ റൈറ്റ്, ഐ സോ എ ഗേൾ ഫ്ലോട്ടിംഗ് എ പേപ്പർ ബോട്ട്. ഐ സോ എ ഗേൾ ഫ്ലോട്ടിംഗ് a paper boat. First sentence, I saw a girl floating a paper boat. ഞാൻ ഒരു പേപ്പർ ബോട്ട് തൊടുത്തുവിട്ട്, അതായത് പേപ്പർ ബോട്ട് ഒഴുക്കി കളിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. ആരാണ് ഈ എഴുതുന്നത്? ഈ ബോയ് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഡയറി തുടങ്ങുക. എന്നിട്ടോ, I pounced upon it and destroyed it. I pounced upon it and destroyed it. I pounced upon it and ഡിസ്ട്രോയിഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ചാടി വീണു. എന്നിട്ടോ അത് നശിപ്പിച്ചു. ഞാനത് തട്ടി വെള്ളത്തിൽ മുക്കി. ദി ഗേൾ സ്റ്റെയർഡ് അറ്റ് മീ ആൻഡ് റാൻ എവേ. ദി ഗേൾ സ്റ്റെയർഡ് അറ്റ് മീ ആൻഡ് ran away. The girl stared. What is the meaning of stared? The girl stared at me. എന്നെ തുറിച്ചു നോക്കി. ആ പെൺകുട്ടി എന്നെ തുറിച്ചു നോക്കി. and ran away. എന്നിട്ട് അവൾ ഓടിപ്പോയി. Then to my surprise, the girl came back. To my surprise, എന്നെ സർപ്രൈസ് ആക്കിക്കൊണ്ട്, എന്നെ അന്താളിപ്പിച്ചുകൊണ്ട്, to my surprise, the girl came back. To my surprise, the girl came back. എന്നെ അന്താളിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി മടങ്ങി വന്നു. To my surprise, the girl came back. To my surprise, the girl came back. എന്നെ അന്താളിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി മടങ്ങി വന്നു. എങ്ങനെയാണ് മടങ്ങി വന്നത്? ആൻഡ്
came back and gave me a couple of paper boats and came back and gave me a couple of paper boats. ആ കുട്ടി എന്നെ അന്താളിപ്പിച്ചുകൊണ്ട് അവൾ മടങ്ങി വന്നിട്ട് എനിക്ക് എന്ത് നൽകി? എ കപ്പിൾ ഓഫ് പേപ്പർ ബോട്ട്സ്, ഒരു കപ്പിള്, അതായത് 2 പേപ്പർ ബോട്ട്സ് എനിക്ക് നൽകി. ഐ ഫെൽറ്റ് ഗിൽറ്റി, എനിക്ക് കുറ്റബോധം തോന്നി. എനിക്ക് ഞാൻ ചെയ്ത അവളുടെ ബോട്ട് മുക്കിക്കളഞ്ഞ ആ പ്രവൃത്തി ഓർത്ത് എനിക്ക് കുറ്റബോധം തോന്നി. ഐ ഫെൽറ്റ് ഗിൽറ്റി ആണ് കുറ്റബോധം. വൈ ഡിഡ് ഐ ഡിസ്ട്രോയ് ഹെർ ബോട്ട്സ്? Why did I destroy her boats? എന്തിനാണ് ഞാൻ അവളുടെ ബോട്ടുകൾ നശിപ്പിച്ചത്? Why did I destroy her boats? എന്തിനാണ് ഞാൻ അവളുടെ ബോട്ടുകൾ നശിപ്പിച്ചത്? ഇവൻ സ്വയം ചോദിക്കുകയാണ്. We floated our boats down the stream. We floated the boats down the stream. ഞങ്ങളുടെ കയ്യിലുള്ള ബോട്ടുകളെല്ലാം താഴെ ഞങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്തു? ഒഴുക്കിവിട്ടു, അരുവിയിലൂടെ ഒഴുക്കിവിട്ടു. Her boat got stuck. Her boat got stuck. അവളുടെ ബോട്ട് എന്ത് ചെയ്തു? എവിടെയോ തടഞ്ഞു നിന്നു. എന്നിട്ടോ her boat got stuck and I got a chance to help her. And I got a chance to help her. And I got a chance to help her. അവളെ സഹായിക്കാൻ, അവളുടെ ബോട്ട് എവിടെയോ തടഞ്ഞു, അവളെ സഹായിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടി, എനിക്കൊരു അവസരം ലഭിച്ചു. താങ്ക് ഗോഡ് ഐ ഗോട്ട് എ ഗുഡ് ഫ്രണ്ട് ടുഡേ. താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി. താങ്ക് ഗോഡ് ഐ ഗോട്ട് എ ഗുഡ് ഫ്രണ്ട് ടുഡേ. ഇന്ന് എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടി. ഐ ഗോട്ട് എ ഗുഡ് ഫ്രണ്ട് ടുഡേ. ഇന്ന് എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടി. This is the model for a diary. It is the diary we have written. You have to write this diary in your textbook. Okay, we have to read the diary once more. What was the diary? I saw a girl floating a paper boat. ഒരു പെൺകുട്ടി പേപ്പർ ബോട്ട് വിടുന്നത് ഞാൻ കണ്ടു, നദിയിലൂടെ ഒഴുക്കി വിടുന്നത് ഞാൻ കണ്ടു. ഐ പൗൺസ്ഡ് അപ്പോൺ ഇറ്റ് ആൻഡ് ഡിസ്ട്രോയ്ഡ് ഇറ്റ്. ഞാൻ അതിൻ്റെ മേൽ ചാടി വീണത് കേടുവരുത്തി. ദി ഗേൾ സ്റ്റെയർഡ് അറ്റ് മീ ആൻഡ് റാൻ അവേ. ആ പെൺകുട്ടി എന്നെ തുറിച്ചു നോക്കി, എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ടു മൈ സർപ്രൈസ് ദി ഗേൾ കെയിം ബാക്ക് ആൻഡ് ഗേവ് മീ എ കപ്പിൾ ഓഫ് പേപ്പർ ബോട്ട്സ്. എന്നെ അന്താളിപ്പിച്ചുകൊണ്ട് ആ കുട്ടി തിരിച്ചു വന്നു. എനിക്ക് 2 പേപ്പർ ബോട്ട്സ്, എ കപ്പിൾ ഓഫ് പേപ്പർ ബോട്ട്സ്, എനിക്ക് ഒരു ജോഡി പേപ്പർ ബോട്ട്സ് തന്നു. ഐ ഫെൽറ്റ് ഗിൽറ്റി. ഇത് കിട്ടിയപ്പോൾ എനിക്കാകെ കുറ്റബോധം തോന്നി. കാരണം അവളെയാണ് ഞാൻ എന്ത് ചെയ്തത്? അവളുടെ ബോട്ടാണ് ഞാൻ നശിപ്പിച്ചത്. വൈ ഡിഡ് ഐ ഡിസ്ട്രോയ് ഹെർ ബോട്ട്സ്? എന്തിനാണ് ഞാൻ അവളുടെ ബോട്ടുകൾ നശിപ്പിച്ചത്? വി ഫ്ലോട്ടഡ് അവർ ബോട്ട്സ് ഡൗൺ ദി സ്ട്രീം. ഞങ്ങളുടെ ബോട്ടുകൾ അരുവിയിലൂടെ ഒരുമിച്ചൊഴുക്കി. ഹെർ ബോട്ട്സ് ഗോട്ട് സ്റ്റക്ക് ആൻഡ് ഐ ഗോട്ട് എ ചാൻസ് ടു ഹെൽപ്പ് ഹെർ. അവളുടെ ബോട്ട് എവിടെയോ ഉടക്കി, എവിടെയോ തട്ടി. അത് ഞാൻ എന്ത് ചെയ്തു? ഐ ഗോട്ട് എ ചാൻസ് ടു ഹെൽപ്പ് ഹെർ. ഞാൻ അതിൽ നിന്നും അവളെ രക്ഷിച്ചു. അങ്ങനെ അവളെ സഹായിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടി. താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി.
ഐ ഗോട്ട് എ ഗുഡ് ഫ്രണ്ട് ടുഡേ. ഇന്ന് എനിക്ക് നല്ലൊരു സുഹൃത്തിനെ ലഭിച്ചു. ഇതാണ് ആ കുട്ടിയുടെ ഡയറി. ഇങ്ങനെയാണ് ഡയറി എഴുതേണ്ടത്. ഇത് നിങ്ങൾ എഴുതി വെക്കുക നിങ്ങളുടെ ടെക്സ്റ്റിലും നോട്ടിലും ഒക്കെ കേട്ടോ. ഓക്കെ, ഹിയർ അവർ നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി ഈസ് ടു complete the paragraph using the suitable words given in the box. Complete the paragraph using the suitable words given in the box. ഈ ബോക്സിൽ കൊടുത്ത വാക്കുകളിൽ നിന്ന് യോജിച്ച വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ്. അന്ന ഹാഡ് ആൻ aunt. അവിടെ നമ്മൾ എന്താ എഴുതുക? ഹീ നെയിം എന്നാണോ എഴുതുക, ഷീ നെയിം എന്നാണോ എഴുതുക, ഇറ്റ് എന്നാണോ എഴുതുക, ഹിസ് ആണോ, ഹെർ ആണോ, ദേ ആണോ? അത് അവളുടെ പേര് അരുന്ധതി എന്നാണ്. അപ്പോൾ അവിടെ ഏത് വെക്കണം? ഹെർ എന്ന് വെക്കണം. അങ്ങനെ ഓരോന്നും യോജിച്ചത് ഏതാണോ എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ യോജിച്ചത് ഒന്ന് തന്നെ ചിലപ്പോൾ 2 പ്രാവശ്യം വന്നേക്കാം, ചിലത് ആവശ്യമില്ലാതെ ഇരുന്നേക്കാം. എന്തായാലും യോജിച്ച വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക. അവിടെ നമ്മൾ ബ്രാക്കറ്റിലുള്ളത് ഏതൊക്കെയാണ്? ഹി എന്ന് പറഞ്ഞാൽ എന്താ? അവൻ. ഷീ അവൾ. ഇറ്റ് ഇത് അല്ലെങ്കിൽ അത്. ഹിസ് അവൻ്റെ. ഹെർ അവളുടെ. ദേ അവർ അല്ലെങ്കിൽ അവ. ഇതൊക്കെയാണ് മീനിങ്. ഇത് വെച്ചിട്ട് ഇതിൽ യോജിച്ച യോജിച്ച സ്ലാഷ് ഡാഷിൻ്റെ അവിടെ യോജിച്ച വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഈസ് അവർ 6th ആക്ടിവിറ്റി. ആക്ടിവിറ്റി 6. ഇൻ ദിസ് ആക്ടിവിറ്റി read the following dialogue and write suitable exchanges using why should in the given space. why should എന്ന വേർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതായത് ഉത്തരം ആദ്യം തരും, അതിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ why should വെച്ചിട്ട് ഉണ്ടാക്കണം. ഐ വിൽ സ്കോൾഡ് ദി ബോയ്. ഞാൻ സ്കോൾഡ്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് സ്കോൾഡ്? സ്കോൾഡ് എന്ന് പറഞ്ഞാൽ വഴക്ക് പറയാമെന്നാണ്. ഐ വിൽ സ്കോൾഡ് ദി ബോയ്. ഞാൻ ആ കുട്ടിയെ വഴക്ക് പറയും. അപ്പോൾ ചോദിക്കുകയാണ് വൈ ഷുഡ് യു സ്കോൾഡ് ദി ബോയ്? എന്തിനാണ് ആ കുട്ടിയെ നീ വഴക്ക് പറയുന്നത്? അതാണ് ചോദ്യം. വൈ ഷുഡ് യു സ്കോൾഡ് ദാറ്റ് ബോയ്? വൈ ഷുഡ് യു സ്കോൾഡ് ദി ബോയ്? എന്തിനാണ് നീ ആ കുട്ടിയെ വഴക്ക് പറയുന്നത്? എന്താ കാരണം? ഐ വിൽ മേക്ക് 2 boats ഫോർ ഹിം. അതാണ് ഉത്തരം. അപ്പോൾ അത് ചോദ്യമൊക്കെ എങ്ങനെയാണ്? വൈ ഷുഡ് യു മേക്ക് Why should you make 2 boats for him? Why should you make 2 boats for him? Why should you make 2 boats for him? അതുപോലെ I will grab the boat. Why should you grab the boat? Why should you grab the boat? Then we have to place question mark there. After a question we have to place question marks. I will take the boat from the stream. അരുവിയിൽ നിന്ന് ഞാൻ ആ ബോട്ട് എടുക്കും. അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ ഉണ്ടാക്കും? ഐ വിൽ ടേക്ക് ദി ബോട്ട് ഫ്രം ദി സ്ട്രീം. വൈ ഷുഡ് യു ടേക്ക് ദി ബോട്ട് ഫ്രം ദി സ്ട്രീം? വൈ ഷുഡ് യു ടേക്ക് ദി ബോട്ട് ഫ്രം ദി സ്ട്രീം? ഓക്കെ, വൈ ഷുഡ് യു ടേക്ക് ദി ബോട്ട് ഫ്രം ദി സ്ട്രീം? ദീസ് ആർ ദി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വി ആർ മേക്കിംഗ് വിത്ത് വൈ ഷുഡ്. നൗ യു ഹാവ് ക്ലിയർ വിത്ത് ഇറ്റ്. Then next activity, activity 7. In this activity you have to make a family tree. Here you have to complete the boxes. Arundhati is aunt's aunt. അരുന്ധതി എന്ന് പറഞ്ഞാൽ ആനിൻ്റെ അമ്മായിയാണ്. അതേപോലെ ഡു യു ഹാവ് ആൻ aunt? നിങ്ങൾക്കും അമ്മായി ഉണ്ടോ? ഹു എൽസ് ആർ ദർ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യാനാണ് ഫാമിലി ട്രീ. മൈ ഫാമിലി. അപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരെഴുതുക, ഗ്രാൻഡ് മദറിൻ്റെ പേരെഴുതുക. ഉണ്ടെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയൊക്കെ പേര് എഴുതുക. എന്നിട്ട് അവരുടെ മകനായിട്ടുള്ള നിങ്ങളുടെ അച്ഛൻ്റെ പേരെഴുതുക, യുവർ ഫാദറിൻ്റെ പേരെഴുതുക. ഇപ്പുറത്തെ സൈഡിൽ ഉമ്മയുടെയും വാപ്പാടെയും ഉമ്മാടെയും, അതായത് ആ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും പേരെഴുതുക. അതിൻ്റെ അടിയിൽ ഉമ്മയുടെ പേരെഴുതുക. ഇനി നിങ്ങളുടെ സഹോദരങ്ങളുടെ പേര്, നിങ്ങളാരാണോ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സഹോദരനുണ്ടെങ്കിൽ സഹോദരൻ, സഹോദരി ഉണ്ടെങ്കിൽ സഹോദരി. ഇനി കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കള്ളി വരച്ച്
ആഡ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഫാമിലി ട്രീ നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, ക്ലിയർ? വെരി സിമ്പിളാണ്. നൗ റൈറ്റ് ദി പാരഗ്രാഫ് അബൌട്ട് യുവർ ഫാമിലി. എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 8. റീഡ് ദി ഫോളോയിങ് പാസേജ് ആൻഡ് ഫിൽ ദി ടേബിൾ ഗിവൺ ബിലോ. താഴെ കൊടുത്ത ടേബിൾ ഫില്ല് ചെയ്യാനാണ് ഈ പാസേജ് വായിച്ചിട്ട്. ഈ പാസേജ് വായിച്ചിട്ട് നിങ്ങൾ കണ്ടെത്തേണ്ടതെന്ന് വെച്ചാൽ നെയിം ഓഫ് ഒബ്ജക്ട്സ്. ഈ പാസേജിൽ നിന്ന് നിങ്ങൾക്ക് ഒബ്ജക്ട്സിൻ്റെ പേരുകൾ, അതായത് ഇതിൽ കാണുന്ന ഒബ്ജക്ട്സ് എന്തൊക്കെയാണ് ഒബ്ജക്ട്സ്, പേപ്പർ ബോട്ട്, അതുപോലെയുള്ള സംഭവങ്ങൾ. അതേപോലെ ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അതായത് വെൻറ്റ്, മേഡ്, ജമ്പ്ഡ് തുടങ്ങിയ ആക്ഷൻ വേർഡ്സ്. ക്യാരക്ടേഴ്സ്, ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ് അതൊക്കെയാണ് ആണ്ട്, അരുന്ധതി, ആന്, വേറെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടോ അത്. ആനിമൽസ്, ഇതിൽ വരുന്ന ആനിമൽസ്, ഫിഷ്, ഫ്രോഗ്സ്, ക്രാബ്സ്, ഇതൊക്കെ ഓരോ കോളത്തിലും അതാത് എഴുതുക. ഇപ്പോൾ ഒബ്ജക്ട്സ് എഴുതുമ്പോൾ പേപ്പർ ബോട്ട്, ഫിഷിംഗ് നെറ്റ്, ബോട്ടിൽ, ഹുക്ക്, ഷർട്ട്, ഇതൊക്കെയാണ് ഒബ്ജക്ട്സ്. ആക്ഷൻ വേർഡ്സ് നമ്മൾ പറഞ്ഞു, വെൻറ്റ്, മേഡ്, വാക്ക്ഡ്, ജമ്പ്ഡ്, പുട്ട്, ഡൈവ്ഡ്, വേർ, ലൈക്ക് ദാറ്റ്. ആക്ഷൻ വേർഡ്സ് എഴുതുക, ക്യാരക്ടേഴ്സ് എഴുതുക, ആനിമൽസും അവരുടെ കോളത്തിൽ എഴുതുക. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ് വൺ ഈസ് ടു ആക്ടിവിറ്റി 9. റീഡ് ദി ഫോളോയിങ് സെൻറ്റൻസ്. അന്ന ബെൻഡ് എ ലിറ്റിൽ ആൻഡ് ലോഞ്ച്ഡ് എ പേപ്പർ ബോട്ട്. എ ഫാറ്റ് ബോയ് പൗൺസ്ഡ് ഓൺ വൺ ഓഫ് ഹെർ ബോട്ട്സ്. അപ്പോൾ ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബോട്ട്, പേപ്പറിൻ്റെ ബോട്ട്, തോണി. ബോട്ട്സ് എന്ന് പറഞ്ഞാൽ തോണികൾ. അതേപോലെ ഫെയറി എന്ന് പറഞ്ഞാൽ മാലാക, ഫെയറീസ് എന്ന് പറഞ്ഞാൽ കട്ടിക്കൂട്ടി എഴുതിയ വാക്കുകൾ. ഫെയറീസ് എന്ന് പറഞ്ഞാൽ മാലാകമാർ. അപ്പോൾ ബോട്ടിൻ്റെ കൂടെ എസ് ചേർത്തപ്പോൾ അത് ബഹുവചനമായി, പ്ലൂരലായി. ഏകവചനം ബഹുവചനമായി, ഒന്നിൽ കൂടുതലായി. അതേപോലെ ഫെയറിയുടെ കൂടെ വൈ ഒഴിവാക്കിയിട്ട് IES ചേർത്തപ്പോൾ ഫെയറീസായി. മാലാക എന്നുള്ളത് മാലാകമാരായി, ഒന്നിൽ കൂടുതലായി. അതേപോലെ ഈ വേർഡ്സിൻ്റെയൊക്കെ പ്ലൂരലും ലെറ്റേഴ്സ് ആഡഡ്, അതിനോട് യോജിപ്പിച്ച വാക്കുകളും എഴുതാനാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, ട്രീ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ട്രീ? മരം, അല്ലേ? മരങ്ങൾ എന്നെങ്ങനെ നമ്മൾ പറയാം? ട്രീസ്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താണോ ചേർക്കുക? ട്രീസ് എന്ന് എഴുതുമ്പോൾ TREES ആണ്, ട്രീസ്. അപ്പോൾ നമ്മൾ കൂടെ ചേർത്ത എന്താണ്? എസ്. അത് തേർഡ് കോളത്തിൽ എഴുതുക. അതേപോലെ ഓരോന്ന്. പാരൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിതാവ്, രക്ഷിതാക്കൾ എന്ന് പറയണമെങ്കിൽ പാരൻസ്, അതിൻ്റെ കൂടെ എസ് ചേർന്നു. ചൈൽഡിൻ്റെ പ്ലൂരൽ എന്താ? ബഹുവചനം എന്താണ്? ചിൽഡ്രൻ. അപ്പോൾ ഏതാണ് കൂടെ ചേർന്ന് വെച്ചാൽ REN ആണ് കൂടെ ചേർന്നത്. അതെഴുതുക. ബോയ്, ബോയ്സ്, സ്കൈ, സ്കീസ്, ഫ്ലവർ, ഫ്ലവേഴ്സ്, ഐസ്, സ്റ്റോറി, സ്റ്റോറീസ്, ബട്ടർഫ്ലൈസ്. ഇങ്ങനെ ഓരോന്നിൻ്റെയും പ്ലൂരൽ. നമ്മൾ ഈ ഫസ്റ്റ് കോളത്തിലുള്ള വേർഡ് പറഞ്ഞാൽ സിംഗുലറാണ്, അതായത് ഏകവചനമാണ്, ഒരാളുള്ളൂ. രണ്ടാമത്തേൽ ഒന്നിൽ കൂടുതൽ ആക്കണമെങ്കിൽ എന്താണ് ചേർക്കേണ്ടത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഹിയർ യു ഹാവ് അനദർ പ്രോജക്റ്റ് വർക്ക്. എ ബോയ് ഈസ് വാച്ചിങ് ദി ടെലിവിഷൻ. എ ബോയ് ഈസ് പീപ്പിംഗ് ത്രൂ ദി വിൻഡോ. എ ഗേൾ ഈസ് staring at the boy. A girl is gazing at the Taj Mahal. Many words are used to denote different ways of looking at a thing or a person. ഒരു വ്യക്തിയെയോ ഒരു സാധനത്തെയോ ഒരു സംഭവത്തെയോ ഒക്കെ നോക്കി കാണുന്നതിന് പല വാക്കുകൾ നമ്മളിവിടെ ഉപയോഗിച്ചു. വാച്ച്, പീപ്പ്, സ്റ്റെയർ, ഗെയ്സ് തുടങ്ങിയ പല വാക്കുകൾ നമ്മളിവിടെ ഉപയോഗിച്ചു, അല്ലേ? Some words are given in the box. Select the right word and complete the word web. അപ്പോൾ ഇതിൽ ഉപയോഗിച്ച വേർഡ് വെബ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഈ കാണാന്നുള്ളതിന് ഇപ്പോൾ ഇതിൽ ടച്ച് കാണലുമായി ബന്ധപ്പെട്ടതാണോ, ലുക്കാണോ, ഏതൊക്കെയാണ് കാണലുമായി ബന്ധപ്പെട്ട വാക്കുകൾ വെച്ചാൽ അത് ഈ കണ്ണിന് ചുറ്റുമുള്ള കോളങ്ങളിൽ എഴുതി വെക്കുക.
ഫ്രെയിം സെൻറ്റൻസസ് യൂസിങ് ദി വേർഡ്സ് ഗിവൺ ഇൻ ദി ബോക്സ്. താഴെ കൊടുത്ത ബോക്സിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുക. ലുക്ക്, സീ, സ്റ്റെയർ, വാച്ച്, ഗെയ്സ്, ബീപ്പ് ഇവയുടെയൊക്കെ മീനിങ് നോക്കുക ഡിക്ഷണറിയിൽ. എന്നിട്ട് അവ വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുക. അറിയാത്തതുണ്ടെങ്കിൽ യു ക്യാൻ റെഫർ എ ഡിക്ഷണറി ഓർ യു ക്യാൻ ആസ്ക് me. Okay, that's all. Then my word section. In my word section you have make meaningful sentences using the word cards given below. One is done for you. And Anna dived the water, the boy jumped the house, got into the stream. പല വാക്കുകൾ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് സെൻറ്റൻസുകൾ മേക്ക് ചെയ്യാനാണ്. ഒരു ഉദാഹരണം തന്നിട്ട് ദി ബോയ് ജംപ്ഡ് ഇൻ ടു ദി സ്ട്രീം. ബോയ് അരുവിയിലേക്ക് എടുത്ത് ചാടി. ഇതേപോലെ മീനിങ് ഫുൾ ആയ സെൻറ്റൻസുകൾ ഈ കൊടുത്ത വാക്കുകളിൽ എഴുതുക. അന്ന ഡൈവ്ഡ് ഇൻ ടു ദി സ്ട്രീം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്കുകൾ എഴുതുക ഈ ബോട്ടിൻ്റെ ചിത്രത്തിൽ കൊടുത്ത വാക്കുകൾ വെച്ചിട്ട്. അടുത്തത് യു ഹാവ് റീഡ് ദി സ്റ്റോറി ആൻഡ് പോം. ഇത് നിങ്ങൾക്ക് നിങ്ങൾ വായിച്ച് നോക്കേണ്ടതാണ്. യു ഹാവ് ടു റീഡ് ഇറ്റ് ആഫ്റ്റർ റീഡിങ് ദി after reading this unit, after studying the paper boat unit, if you read it you can understand what is there. Okay, today we can finish, we can complete, or we can stop here. Now you have to go through our next topic that we can do in our next class, that is our unit 3. Okay, today it's enough for the day. Today we can stop here. I think you are now clear with this unit. If you have any doubts you can ask me. Okay, thank you very much.